അതെ ഏട്ടാ, ഇതൊരു കൊലപാതകമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഊഹിച്ചത് കറക്റ്റാണ്. എന്നുവെച്ചാൽ അവനെ കൊന്നത് ആരാണ്? അവനെ കൊന്നത് ഒരു മനുഷ്യനല്ല. നീ എന്താ പറയുന്നത് രുദ്ര? കൊലപാതകമാണ്, പക്ഷെ മനുഷ്യൻ ചെയ്തതല്ലെന്ന് പറയുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? രാജുവിനെ കൊന്നത് ഒരു ഇച്ഛാധാരി നാഗകന്യകയാണ്. നാഗകന്യകയോ? അതെ ഏട്ടാ, നാഗകന്യക തന്നെ. അതെങ്ങനെ നിനക്കറിയാം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രാജു മരിച്ചതായി കാണിച്ചിരിക്കുന്നത് പാമ്പ് കടിച്ചതായിട്ടാണ്. പാമ്പ് കടിച്ചു മരിച്ചുപോയതിനെ എങ്ങനെയാണ് കൊലപാതകം എന്ന് പറയുന്നത്? സാധാരണക്കാർക്ക് അവൻ പാമ്പ് കടിയേറ്റ് മരിച്ചെന്നേ തോന്നും. എന്നാൽ യഥാർത്ഥ സത്യം വേറെയാണ്. എന്താ അത്? ഏട്ടാ, രാജു ഇവിടുന്ന് പോയത് എന്നെ കണ്ടിട്ടാണ്. അങ്ങനെയാണ് എന്റെ കൂട്ടുകാർ പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് ഞാൻ ഗേറ്റിന്റെ അടുത്തുനിന്ന് സംസാരിക്കായിരുന്നു. എന്നുവെച്ചാൽ നിന്റെ രൂപത്തിലാ നാഗകന്യക രാജുവിന്റെ അടുത്ത് നിന്ന് അവനെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നോ? അതെ ഏട്ടാ, അതാണ് സത്യം. അവൾ എന്റെ രൂപത്തിൽ രാജുവിന്റെ അടുത്തേക്ക് ചെന്ന് അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവൻ ഇവിടുന്ന് ഒരുപക്ഷെ ഭയപ്പെടുത്തി ഓടിച്ചതായിരിക്കാം. അവൻ ഇവിടെ നിന്ന് ഭയന്ന് ഓടിയതും അവനെ പിന്തുടർന്ന ആ ബിൽഡിങ്ങിലെത്തി അവിടെ വച്ച് അവനെ കടിച്ച് അവനെ താഴേക്ക് തള്ളിയിട്ടിരിക്കാം. ഇതാണ് ഏട്ടാ അവിടെ ശരിക്കും സംഭവിച്ചത്. ഇനി പറയൂ, ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? അതെ രുദ്ര, ഇത് കൊലപാതകമാ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൻ എന്ത് തെറ്റ് ചെയ്തു? അവൻ അവൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? 10 വർഷം മുമ്പ് നമ്മൾ ഒരുമിച്ച് തക്ഷകവനത്തിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് നാഗകന്യക നമ്മളെ കൊല്ലാനായിട്ട് വന്നു. ഇത് അവളുടെ പണിയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏട്ടാ. നമ്മളിനി കൂടുതൽ ജാഗരൂകരായിരിക്കണം. ആ പ്രതികാരദാഹിയായ നാഗകന്യക എന്റെ വീട് വരെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ കയ്യിലുള്ള നാഗമാണിക്യം അന്വേഷിച്ചായിരിക്കും വന്നിട്ടുള്ളത്. ഇല്ല, അതിന് സാധ്യതയില്ല. ഒരുപക്ഷെ അവൾ നാഗമാണിക്യത്തിന് വേണ്ടിയാണ് വന്നതെങ്കിൽ അവൾ എൻ്റെ അടുത്തേക്കല്ലേ വരേണ്ടത്? എന്നെയല്ലേ അവൾ കൊല്ലാൻ ശ്രമിക്കേണ്ടത്? അവൾ എൻ്റെ അടുത്തേക്ക് വരാതെ രാജുവിനോട് പ്രതികാരം ചെയ്യാനായി അവനെ കൊന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിറകിൽ മറ്റെന്തോ കാരണമുണ്ട്. അതെന്തായിരിക്കും? അതെന്താണെന്ന് കണ്ടുപിടിക്കണം. മാത്രമല്ല, ഇനി ഞാനും കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി രുദ്രനും ഫ്രണ്ട്സും കൂടി ആ നാഗരാജാവിനെയും നാഗറാണിയെയും ശല്യം ചെയ്തു. നാഗരാജാവ് എൻ്റെ കൺമുന്നിലാണല്ലോ മരിച്ചത്. അദ്ദേഹത്തെ രുദ്രനാണോ കൊന്നത്? നാഗറാണിയെ ഷൂട്ട് ചെയ്തപ്പോൾ അന്ന് അവരും മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വന്നതാര്? നാഗരാജാവോ നാഗറാണിയോ? രുദ്ര, വിഷ്ണുവിനോട് നിനക്ക് സത്യം മറച്ചു വെക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവന്റെ നാവടക്കാനും പറ്റും. പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അവൻ എങ്ങനെയാ മരിച്ചത്? അമ്മേ, ദേ നോക്ക്, എനിക്ക് സത്യം അറിയണം രുദ്ര. ഇതിന് നീയാണോ കാരണക്കാരൻ? നിനക്കും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ മരിച്ചത് നീ കാരണമാണോ? അമ്മേ, ഞാനല്ല അതിന് കാരണം. ഞാനൊരു സത്യം പറയാം. ഞാനും അവന്റെ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെറുതെ ഓരോ നമ്മ സങ്കല്പിച്ച് പറയാൻ നിൽക്കണം. പിന്നെന്താ പറ്റിയത്? എന്തുകൊണ്ടാ നീ സത്യം പറയാത്തത്? എന്തിനെങ്ങനെ പേടിക്കുന്നേ? നോക്കു രുദ്ര, നീ പറയുന്നത് കള്ളമാണെന്ന് നിന്റെ മുഖത്തൊന്നും തന്നെ അറിയാം. എന്തു പറ്റിയെന്ന് പറയാൻ എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. അമ്മേ, സത്യം എന്താണെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയപ്പെട്ടു പോകും. അത് താങ്ങാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടാവില്ല. എന്തു തന്നെ ആയാലും സാരമില്ല. എനിക്ക് സത്യം അറിഞ്ഞേ തീരൂ. പറയേ.
പറയാനാ പറഞ്ഞത്. അവൻ എങ്ങനെയാ മരിച്ചത്? അവന്റെ മരണത്തിന് കാരണം ആ പ്രതികാരദാഹിയായ നാഗകന്യകയാണ്. നീ എന്താ പറയുന്നത് രുദ്ര? അതെ അമ്മേ, അവളാണ് അവനെ കൊന്നത്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എങ്ങനെയോ എന്റെ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഫലം തന്നിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ എന്റെ ശത്രുക്കളിൽ ഒരാളെ കൊന്ന് എന്റെ മാതാപിതാക്കളെ വധിച്ച ആ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു വഴി തുറന്നു തന്നിരിക്കുന്നു. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അങ്ങയെ പൂജിക്കും, അങ്ങയെ ഞാൻ ആരാധിക്കും. അങ്ങയുടെ ആശീർവാദം, കരുണ എന്നോട് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. എന്റെ ലക്ഷ്യം ഇനിയും പൂർത്തിയായിട്ടില്ല. എന്റെ പ്രതികാരം ഇനിയും ബാക്കിയുണ്ട്. അത് അങ്ങ് തന്നെയാണ് തുടങ്ങി വച്ചത്. ബാക്കിയുള്ള എന്റെ ശത്രുക്കൾ എവിടെയാണുള്ളതെന്ന് അങ്ങ് തന്നെ എനിക്ക് കാട്ടിത്തരണം. ഞങ്ങളുടെ വംശത്തിന്റെ ഭാഗമായ നാഗമാണിക്യം ആ ശത്രുക്കളുടെ കൈവശമാണ്. ഇപ്പൊ അതാരുടെ കൈവശമാണെന്നും എവിടെയാണുള്ളതെന്നും എനിക്ക് വേഗം കാണിച്ചു തരൂ മഹാദേവ. ആ ശത്രുക്കൾ അവരുടെ കഴിവ് ഉപയോഗിച്ച് നാഗമാണിക്യം കണ്ടെത്താൻ പറ്റാത്ത സ്ഥലത്ത് വച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം എനിക്കത് കണ്ടെത്തേ മതിയാകൂ. നാഗമാണിക്യത്തിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ സജ്ജയാണ്. നാഗമാണിക്യം ലഭിക്കുന്നതുവരെ ഞാൻ ഈ മനുഷ്യരൂപത്തിൽ ഇങ്ങനെ തന്നെ തുടരേണ്ടത് അത്യാവശ്യമാണ്. എന്റെ ഈ പരിശ്രമത്തിന് അങ്ങയുടെ കരുണ എന്നും ഉണ്ടായിരിക്കണം. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. ഓം നമഃ ശിവായ. 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 നീ അന്ന് ചെയ്ത പാപത്തിന് പാവമാ രാജു ബലിയാടായി. അമ്മേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. 10 വർഷത്തിനു മുൻപ് ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്റെ വാക്ക് കേൾക്കാതെ നീ തക്ഷകവനത്തിലേക്ക് പോയി നാഗരാജാവിനെയും നാഗറാണിയെയും നീ കൊന്നു. അതിനു പകരം വീട്ടാനായിട്ടാ നിന്നെയും നിന്റെ വേണ്ടപ്പെട്ടവരെയും കൊല്ലാനായിട്ട് ആ നാഗകന്യക ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നാഗകന്യക നീ കൊന്ന നാഗരാജാവിന്റെയും നാഗറാണിയുടെയും വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാ നിന്നെയും നിന്റെ കുടുംബക്കാരെയും പക വീട്ടാനായി വന്നിരിക്കുന്നത്. അമ്മേ, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ നീ ഇല്ലാന്ന് പറയുന്നത് നിന്റെ വാക്കുകളിൽ മാത്രമാ. പക്ഷെ നിന്റെ മുഖത്ത് ഭയമുണ്ട്. 10 വർഷത്തിനു മുൻപ് ആ മന്ത്രവാദിയുമായി ചേർന്ന് നീ ചെയ്ത തെറ്റുകളാണ് ഇപ്പൊ നമ്മളെ ഭയപ്പെടുത്തുന്നത്. അമ്മേ, ദയവ് ചെയ്ത് നിർത്താമോ? എന്നോ നടന്നു കഴിഞ്ഞൊരു കാര്യം എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? നിന്നെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീ ചെയ്തു കൂട്ടിയ പാപം. നീ അന്ന് ചെയ്തു കൂട്ടിയ പാപം ഇന്ന് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. ഇനി അടുത്തതായി ആ നാഗകന്യക ആരെ കൊല്ലാൻ പോകുന്നു അല്ലാതെ പേടിയാകുന്നു. അല്ലെങ്കിൽ തന്നെ അർജുന്
സർപ്പദോഷമുണ്ട്. അവന്റെ സർപ്പദോഷം തീർന്നില്ലെങ്കിൽ സർപ്പദോഷം കൊണ്ട് അവന് മരണം ഉണ്ടാകുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഇതിനും അതിനായിട്ട് എന്ത് സംബന്ധമാണുള്ളത്? കാര്യം ഉണ്ടടാ. നാഗകന്യകയ്ക്ക് നിന്നോട് പകയുണ്ട്. നിന്നെ കിട്ടാത്തത് കാരണം അവളുടെ നോട്ടം അർജുനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിനക്ക് പകരമായി അവൾ അർജുനോട് പ്രതികാരം ചെയ്താൽ എന്ത് ചെയ്യും? അമ്മ വെറുതെ ഭയപ്പെടണ്ട. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ നാഗകന്യകയെ എങ്ങനെ പൂട്ടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ ഇനി ഒരു തവണ കൂടെ നമ്മുടെ വീട്ടിൽ വന്നാൽ പോലും, അതല്ല നമ്മുടെ ആളുകൾ ആരെ ഉപദ്രവിച്ചാൽ പോലും, ആർക്കും ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇത്രയും നാൾ ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവൾ എവിടെ ഉണ്ടെങ്കിലും അവളെ കണ്ടുപിടിച്ച് കൊന്നില്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് രുദ്രൻ എന്നല്ല. രുദ്ര, നിൽക്ക് രുദ്ര, ഞാൻ പറയുന്നത് കേൾക്ക്. അവളോട് എതിരിടാൻ നിൽക്കണ്ട മോനെ. അവളോട് മത്സരിക്കാൻ പോകണ്ട. നീ ചെയ്ത പാവങ്ങൾക്ക് പോലും ഇതുവരെ പരിഹാരം കാണാൻ പറ്റിയില്ല. ഇനി ഒരു തെറ്റുകൂടി ചെയ്ത് വീണ്ടും പ്രശ്നങ്ങൾ വരുത്തല്ലേ മോനെ. പറയുന്നത് കേക്കടാ, ഞാൻ പറയുന്നത് കേക്ക്. ജയ് മഹാകാല. രുദ്ര, തെറ്റാണ് ചെയ്തത്. ആ നാഗകന്യക നിന്റെ ഭവനം വരെ വന്നിട്ടും നീ അവളെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഛേ, അവളെ കണ്ടുപിടിക്കാൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു. കയ്യിൽ കിട്ടിയ അവസരം വെറുതെ പാഴാക്കി കളഞ്ഞില്ലേ നീ? ആ നാഗകന്യക വന്നത് ഞാൻ അറിഞ്ഞില്ല സ്വാമി. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അവളുടെ കഥ കഴിക്കുമായിരുന്നു സ്വാമി. അതുമാത്രമല്ല, ഞാൻ അവളെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാമോ സ്വാമി? ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, ഞാൻ അന്വേഷിക്കാത്ത ഗ്രാമങ്ങളില്ല. എന്നിട്ടോ നാഗകന്യക ഞങ്ങളൊക്കെ പറ്റിച്ച് ഓടി ഒളിക്കുകയാണ്. അതാണ് അവൾക്കുള്ള ശക്തി രുദ്ര. അവൾ ഇച്ഛാധാരണിയാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും അവൾ വരും. അതാണിപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത്. കാരണം അവൾ ആരുടെ രൂപത്തിൽ വന്നാലും പൂർണ്ണമായും അവരായി തന്നെ മാറും അവൾ. അതാണ് അവളുടെ ശക്തി. അതുകൊണ്ട് അവൾ നമ്മളെ വിഡ്ഢികളാക്കി കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് സത്യമാണ് സ്വാമി. അവൾ ഓരോ നിമിഷവും ഓരോ രൂപം മാറുന്നത് കൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടോ ആ നാഗകന്യകയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. നിന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ആ നാഗകന്യകയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മന്ത്രരക്ഷ തന്നിരുന്നില്ലേ? അതുണ്ടായിട്ടും അവൾ എങ്ങനെയാണ് നിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത്? ആ നാഗകന്യക എന്റെ രൂപമെടുത്ത് അവനെ പറ്റിച്ച് അവന്റെ കഴുത്തിൽ നിന്ന് ആ രക്ഷ ഊരി മാറ്റിച്ചു സ്വാമി. അവൾ അങ്ങനെയാണോ ചെയ്തത്? എന്നുവച്ചാൽ അവൾക്ക് നിന്റെ ഭവനം എവിടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു രുദ്ര. അവൾ എങ്ങനെ മനസ്സിലാക്കി? അവൾ എങ്ങനെയാണ് നിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നത്? ആ നാഗകന്യക എങ്ങനെ നിന്റെ ഭവനം കണ്ടെത്തി? അതാണ് എന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ചോദ്യം സ്വാമി. ഞാൻ എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. അവള് ഞങ്ങളുടെ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? അവളെ അങ്ങനെ വിട്ടാൽ നമ്മുടെ നാശമാണ് സ്വാമി. അതുകൊണ്ട് അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് അവളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കും സ്വാമിജി. അവള് നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവളുടെ അടുത്ത് എത്തിയിരിക്കണം സ്വാമി. ഇപ്പോ എനിക്ക് എന്റെ ശക്തി ഉപയോഗിക്കാൻ കഴിയില്ല രുദ്ര. അതെന്ത് പറ്റി സ്വാമി? എന്താന്ന് വെച്ചാൽ നാളെ സൂര്യഗ്രഹണമാണ്. അതൊരു സാധാരണ ഗ്രഹണമല്ല, ഗഗ്രാസ ഗ്രഹണം. ഈ ഗ്രഹണത്തിന് 2 ദിവസം മുമ്പും പിൻപും എനിക്ക് എന്റെ ശക്തി ഉപയോഗിക്കാൻ കഴിയില്ല. ഉപയോഗപ്പെടുത്തിയാൽ എന്റെ ശക്തി ക്ഷയിച്ചു പോകും രുദ്ര. അപ്പോൾ ആ നാഗകന്യക എന്നെക്കാളും കൂടുതൽ ശക്തിശാലിയാകും. അതുകൊണ്ട് അങ്ങിങ്ങനെ സമാധാനപ്പെട്ടിരുന്ന അവൾക്കിപ്പോ ഞങ്ങളുടെ വീട് മനസ്സിലായി.
അവളുടെ മാതാപിതാക്കളെ കൊന്ന എന്നെയും എന്നെ സഹായിക്കുന്ന സ്വാമിയെയും വേട്ടനായ പോലെ വേട്ടയാടി അവള് കൊന്നിരിക്കും. രുദ്ര! അതെ സ്വാമി, അങ്ങേക്ക് കാലഭൈരവന്റെ അനുഗ്രഹമുണ്ട്. അങ്ങയുടെ തപസ് കൊണ്ട് നേടിയ ശക്തി അങ്ങയുടെ ഒപ്പമുണ്ട്. ആ ശക്തി വേണ്ട സമയത്ത് അങ്ങ് ഉപയോഗിക്കാതെ അങ്ങയുടെ ശക്തി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? രുദ്ര, നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. വെറുതെ പിടിവാച്ച് കാണിക്കരുത്. ക്ഷമയോടെ 2 ദിവസം കാത്തിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ആ നാഗകന്യക എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അവൾ ഇപ്പൊ തന്നെ എന്റെ കൂട്ടുകാരനെ കൊന്നുകഴിഞ്ഞു. അതിനർത്ഥം അവൾ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്നാണ്. അങ്ങയുടെ ശക്തി കുറഞ്ഞുപോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കും സ്വാമി. നോക്ക് സ്വാമി, നോക്ക്. ജയ് മഹാകാല! രുദ്ര, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട ആ നാഗകന്യക എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കാം. ജയ് മഹാകാല! ജയ് മഹാകാല! രുദ്ര! കാണു രുദ്ര, അവൾക്കെപ്പോഴും ശക്തി നൽകുന്ന മഹാദേവനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഇപ്പോഴവളുള്ളത് തക്ഷകവനത്തിലാണ്, അതായത് നാഗലോകത്തിൽ. അവൾ ഇപ്പോൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയേ മതിയാകൂ. നോക്ക്, നോക്ക്. ജയ് മഹാകാല! ജയ് മഹാകാല! എത്ര മനോഹരമായിട്ടാ ഉറങ്ങുന്നേ എന്റെ ഹീറോ. 7 മണിയായിട്ട് എണീച്ചിട്ടില്ല. കുഴിമടിയൻ. കോഫി. താങ്ക്സ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചക്കരേ. നീ നന്നായിട്ട് ഉറങ്ങിയായിരുന്നോ? ഏയ്, നീ ആയിരുന്നോ? നീ എന്തിനാടി കോഫി ഉണ്ടോന്നേ? അമ്മയല്ലേ ഇവിടെ? ഉണ്ടല്ലോ, കിച്ചണിലെന്തോ ജോലിയായിട്ട് നിക്കുക. അതുകൊണ്ടാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ അമ്മയുടെ നിന്ന് കോഫിയും വാങ്ങി വന്നത്. എന്താ, എന്റെ ഇന്ന് കോഫി വാങ്ങി കുടിച്ചാ തൊണ്ടേന്ന് ഇറങ്ങത്തില്ലേ? എടി വായാടി, ഇനി നീ എനിക്ക് ഇങ്ങനെ കോഫി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് രാവിലെ കോഫി കൊണ്ടു തരാൻ എന്റെ അമ്മ ഇവിടെയുണ്ട്. ഹലോ മിസ്റ്റർ പാർത്ത, കൂൾ ഡൗൺ. എന്താന്ന്? പാർത്തനോ? അർജുന്റെ മറ്റൊരു പേര് പാർത്ഥനെന്നല്ലേ? അത് വിട്. ഇനി മുതൽ നിനക്ക് കോഫിയും ടിഫിനും ഒക്കെ കൊണ്ടുതരുന്നത് ഞാനായിരിക്കും. കല്യാണത്തിന് ശേഷം ഞാൻ തന്നെയല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്യുവാണ്. നീ വെറുതെ കോഫി കുടിച്ചിട്ട് സ്ട്രോങ് ആണോ ലൈറ്റ് ആണോ എന്ന് മാത്രം പറഞ്ഞാ മതി. എടി ലൂസേ, വെറുതെ ഇങ്ങനെ വളന്ന് സംസാരിക്കല്ലേ. കോഫിക്ക് ഒരു കുഴപ്പമില്ല. നീ ആദ്യം ഇവിടെ നിന്ന് പോ നോക്ക്. അയ്യോ, ഞാൻ പൊയ്ക്കോളാം. അതിനെന്തിനാ ഈ തിരുമോന്തിൽ ഇത്ര ദേഷ്യം എന്റെ ചക്കരേ? ഏയ്, ഏയ്, നിന്റെ കയ്യിൽ നിന്ന് ഒരു താലിയും കെട്ടി നിന്റെ ഭാര്യ ആവാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നോളാം ഞാൻ. എന്നിട്ട് നീ കാണിക്കുന്നതോ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന ആളോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഇത് ശരിയാണോ? എന്ത് ലൈഫ് പാർട്ട്ണറോ? അതും എന്റെയോ? ആരാടി ഇത് പറഞ്ഞേ? വീട്ടിലെല്ലാരും പറയുന്നുണ്ട്. അവരങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവനും നിന്റെ കൂടെ ഉണ്ടാവുന്ന നീ വെറുതെ സ്വപ്നം കാണണ്ട. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. എന്താ നീ അങ്ങനെ പറഞ്ഞത്?
നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള സത്യമാണ്. എന്താ ബെസ്റ്റ് ഫ്രണ്ട്സിന് കല്യാണം കഴിച്ചൂടെ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഒന്നു ചേരേണ്ടവരാണെന്ന് വീട്ടിലുള്ളവരും ദൈവവും വിധി എഴുതി വെച്ചിരിക്കുന്നതാ. സോ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്റെ ഭാര്യയും നീ എന്റെ ഭർത്താവുമാണ്.